പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം, അനേക പ്രാർത്ഥന വിഷയങ്ങൾ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടെ ആമേൻ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരുന്നു കൊണ്ട് ആമേൻ സ്തോത്രം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനിടയായി. അനവധി പ്രാർത്ഥനയുടെ മറുപടികളെ കേൾക്കുവാനും കാണുവാനും ഇടയായതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 106-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും. ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുവാൻ അതിന് യോഗ്യതയുള്ളവരെ മാത്രമേ ഈ ലോകം തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി തികച്ചും വ്യത്യസ്തമാണ്. ദൈവരാജ്യത്തിൽ ഏതെങ്കിലും പദവിയിൽ ഇരിക്കുവാൻ തനിക്ക് യോഗ്യതയുണ്ട് എന്ന് തോന്നുന്നവരെയല്ല, മറിച്ച് തനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് തിരിച്ചറിയുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആമേൻ. കാരണം ആ പദവിയിൽ എത്തിച്ചേരുവാൻ എൻ്റെ യോഗ്യതകൾ കൊണ്ടാണ് എന്ന് ആമേ സ്തോത്രം, ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പുകഴുവാനോ പ്രശംസിപ്പാനോ അവൻ ഇടയാകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിലുള്ള സകല ആമേ സ്തോത്രം ആമേൻ സന്തോഷവും അനുഭവിപ്പാൻ, ദൈവിക കൃപാവരങ്ങൾ അനുഭവിപ്പാൻ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുവാനിടയാകും. ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു അനുഗ്രഹിച്ചത് അവരുടെ യോഗ്യത നോക്കി ആയിരുന്നില്ല. ദൈവത്തിൻ്റെ വിളി കേട്ട് വിശ്വസ്തരായി നിന്ന പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുവാൻ ഇടയായത്. ഇന്നുള്ള ആത്മീയ തലമുറകളുടെ 2-ാം തലമുറയും 3-ാം തലമുറയും ദൈവം അനുഗ്രഹിക്കുന്നതും ഉയർത്തി മാനിക്കുന്നതും അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രിയ ദൈവവൈതലേ, വിശ്വസ്തരായി നിന്നത് പിതാക്കന്മാരോടുള്ള ദൈവത്തിൻ്റെ നീതി നിമിത്തം ഇന്ന് അനേക തലമുറകളും നന്മകളും ഉയർച്ചകളും അനുഭവിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സത്യദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായത്. താൻ കൽദയരുടെ ദൈവത്തെ ആരാധിച്ച് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയും വിറ്റും ആരാധിച്ചും ഇരുന്നപ്പോഴാണ് സത്യദൈവത്തിൻ്റെ വിളി കേൾക്കുകയും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരികയും ചെയ്തുകൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തു. വചനം പറയുന്നു, അവൻ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സ്തോത്രം, അബ്രഹാം ദൈവത്തെ ആരാധിച്ചത് കൊണ്ടല്ല തിരഞ്ഞെടുത്തത്, അബ്രഹാമിന് ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുപോലെ മിസ്രൈമിലെ ഇരുമ്പ് ചൂളയിൽ നിന്നാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഫറവോന്റെ അടിമത്വത്തിൻ്റെ തീച്ചൂളയ്ക്കകത്തു നിന്നാണ് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠ പദവിയായിരുന്ന ഇസ്രായേലിൻ്റെ രാജപദവിയിൽ ഇരുന്ന ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. ദാവീദിനെ തിരഞ്ഞെടുത്തതും ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിൽ താനായിരിക്കുമ്പോൾ മാത്രമാണ്. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നും അവനെ വരുത്തി തൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി വാഴിച്ചു, അഭിഷേകം ചെയ്തു. നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത നോക്കിയല്ല. നാം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അന്ധകാരത്തിൽ ആയിരുന്നപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായി.
ദൈവം വിളിച്ച് വേർതിരിക്കുവാനിടയായി. ഇന്നും ദൈവം അനേകരെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയാൻ കഴിയാതെ പാരമ്പര്യത്തിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അന്ധകാരത്തിൽ ഇന്നും കിടക്കുകയാണ് അനേകർ. കരകയറുവാൻ കഴിയാതെ സമൂഹത്തിൽ നല്ല സ്ഥാനവും ഉന്നത വിദ്യാഭ്യാസവും ഭേദപ്പെട്ട ജോലിയും ഉള്ളവരായി നാം മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സമ്പന്നരായി എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ജീവിതം നയിക്കുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചത് ഇതൊന്നും ദൈവമക്കൾക്ക് അനുഭവിക്കേണ്ട എന്നല്ല, ഇതൊന്നും വേണ്ട എന്നല്ല. പിന്നെയോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നാം വ്യക്തമായി തിരിച്ചറിയണം. നമ്മെ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്നും തിരഞ്ഞെടുത്തു സകല ജനത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതി മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതിനായിട്ടാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഒരിക്കലോ വല്ലപ്പോഴോ ഫലമുണ്ടാകാൻ പോരാ, എല്ലായ്പ്പോഴും ഫലമുണ്ടായിരിക്കുകയും അത് നിലനിൽക്കുകയും വേണം. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു, തനിക്കായി വേർതിരിച്ചു. എങ്കിലും അവരിൽ ഒരുത്തൻ ഒരു കള്ളനായി തീർന്നു. അവൻ്റെ ജീവിതം അവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശും കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച യൂദ സ്തോത്രം മരണത്തെ സ്വയം തിരഞ്ഞെടുക്കുവാനിടയായി. സമ്പത്ത് സ്വയം തിരഞ്ഞെടുത്തവൻ, ലോകത്തെ സ്വയം തിരഞ്ഞെടുത്തവൻ, അവൻ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുവാനിടയായി. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനായിരുന്നു ശൗൽ. ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതായിരുന്നു. ദൈവത്തിന് കീഴ്പ്പെടാതെ സ്വന്തം ആലോചനകളിൽ അവൻ വീണുപോയി. ഒടുവിൽ അവൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. ദൈവം ശിംശോനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവൻ പാപത്തെ അധികം സ്നേഹിച്ചതുകൊണ്ട് അവൻ സ്വയം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പ്രിയ ദൈവവേദനയെ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് തകർത്തു കളയുവാനല്ല കുഞ്ഞെ. ദൈവം തിരഞ്ഞെടുത്തവരെ എല്ലാം ദൈവം എല്ലാവരും ദൈവം ഉയർത്തി, ഉയരങ്ങളിൽ ഉയർത്തി, മാനിച്ചു, ആദരിച്ചു, അനുഗ്രഹിച്ചു. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, വേർപാടോടുകൂടി ദൈവകൃപയിൽ നിൽക്കാമോ? ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ നാം ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നാം പ്രാപിക്കുവാനിടയാകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നമ്മിൽ കൂടെ കണ്ട് ജാതികൾ തിരിച്ചറിയുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽക്കാലത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, യഹോവയെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടത്, നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിന് തന്നെ. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. മോർദെഖായിയെ ദൈവം തിരഞ്ഞെടുത്തു. എസ്തേറിനെ ദൈവം തിരഞ്ഞെടുത്തു. ഒടുവിൽ അവരുടെ സന്തോഷത്തിൽ സ്തോത്രം ഹല്ലേലൂയ, അവരെല്ലാവരും പങ്കാളികളായി മാറുവാനിടയായി. രൂത്തിൻ്റെ സന്തോഷത്തിൽ സ്തോത്രം പട്ടണം ഒന്നടങ്കം സന്തോഷിച്ചു. ശമരിയ പട്ടണത്തിൽ മാനസാന്തരമുണ്ടായപ്പോൾ പട്ടണം ഒന്നടങ്കം സന്തോഷിപ്പാനിടയായി. ക്രിസ്തുവിൽ ആരെല്ലാം വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ ഒരുങ്ങുന്നുവോ, അവരെ ഒരുക്കപ്പെടുത്തുന്നുവോ,
ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർക്കെല്ലാം ജീവിതത്തിൽ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാകുമെന്നല്ല, ദുഃഖമുണ്ടാകും, നിരാശകളുണ്ടാകും, വേദനയുണ്ടാകും, രോഗമുണ്ടാകും, ഭാരമുണ്ടാകും, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകും, നിന്ദയുണ്ടാകും, പരിഹാസമുണ്ടാകും. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ നാം അനുഭവിക്കേണ്ടി വരും. എന്നാലും പ്രിയ ദൈവവേദനയെ ഒരു സന്തോഷം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു നന്മ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്തു നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കൊയ്ത്തിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യഹൂദൻ അത് സന്തോഷിക്കുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കും. ഈ പകൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ദിനങ്ങളിലേക്ക് നമ്മെ സ്വർഗം വഴി നടത്തുവാൻ ദൈവ വിളിയും തിരഞ്ഞെടുപ്പിനുമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നാഥ. ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗം പകരണമേ. കർത്താവെ, വിളിച്ചു വേർതിരിച്ച ദൈവകുഞ്ഞുങ്ങൾ നിലനിൽക്കുവാൻ, അന്ത്യത്തോളം നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യും. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയുടെ സമൃദ്ധിയും സ്വർഗീയ കൃപാവരങ്ങൾ കൊണ്ട് ആദരിക്കണം, അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.